Why does face yoga trigger so many people? I'm not doing any surgery and I'm not forcing. By the way, you're not qualified to do any surgery on clients. Okay. Simply teaching some techniques. Muscle activation, lymphatic flow and relaxation. ഇതാണ് വീണ്ടും പറയുന്നത് മസിൽ ആക്ടിവേഷൻ, ലിംഫാറ്റിക് ഫ്ലോ. ഇതൊന്നും ചെയ്യേണ്ട കാര്യം. ഈ ലിംഫ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു എന്താ പറയുക, ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നോ ഒരു ഡ്രെയിനേജ് സിസ്റ്റം എന്നോ ഒക്കെ പറയാം. അവിടെ എവിടെയായിട്ട് ഒരുപാട് കടല ഗ്രന്ഥികളുണ്ട്. അതൊക്കെ ഇങ്ങനെ വളരെ അതിന് ഹാർട്ട് പോലെ ബ്ലഡ് സർക്കുലേഷൻ പോലെ പമ്പ് ചെയ്യാനൊന്നുമില്ല, വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് നടന്നോളൂ. ഈ മസിൽ ടോണിങ്ങിനും ലിംഫറ്റിക് ഫ്ലോയ്ക്കും ഒക്കെ ഞാൻ പഠിച്ച സമയത്ത് ഇങ്ങനെയാണ് പഠിച്ചത്. അല്ലാതെ ലിംഫറ്റിക് ഫ്ലോയ്ക്ക് കയറി എടാ സുരേഷ് എന്ന് എനിക്ക് വിളിക്കാൻ പറ്റും. ലിംഫാറ്റിക് ഫ്ലോയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ എടാ സുരേഷേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു. കാര്യം നിങ്ങൾ ഈ സയൻറ്റിഫിക് ജാർഗൻസ് ഉപയോഗിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് സയൻറ്റിഫിക് ടെമ്പറോട് കൂടി ആളുകൾ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സുരേഷ് എന്നോ പാർവതി എന്നോ എങ്ങനെ വേണോ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. മോർ ദാൻ ദാറ്റ്, ഇത് പല സ്ത്രീകളുടെയും ഒരു മീ ടൈം ആണ്. അപ്പീൽ ടു ഇമോഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതായത് നമ്മൾ ഇമോഷണലി അങ്ങ് ചാർജ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു തെളിവല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങളുടെ മീ ടൈമാണ്. നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ശരിയായ ശാസ്ത്രീയമായി തെളിവുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം. ഇത്രയും ഫേഷ്യൽ മസിൽസ് ഉണ്ട്. ഇതെല്ലാം കണ്ട ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതെല്ലാം വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ചിരിക്കുകയും സംസാരിക്കുകയും മൊത്തമുള്ള ഈ മസിൽസിന് കോൺസ്റ്റൻ്റായിട്ട് ജോലിയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അവിടെ ടോണിങ് നടക്കുന്നുണ്ട്, മസിൽ ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എക്സ്പ്രഷൻസിലൂടെയും നിങ്ങൾ സംസാരിക്കുന്നതിലൂടെയും നിങ്ങൾ കരയുന്നതിലൂടെയും ചിരിക്കുന്നതിലൂടെയും നിങ്ങൾ സംസാരിക്കുന്നതിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കാത്ത ആരോട്ട് ചവയ്ക്കുന്നത് വഴിയും നിങ്ങൾ കുടിക്കുന്നത് വഴിയും സക്ക് ചെയ്യുന്നത് വഴിയും ഇതെല്ലാത്തിലും ഈ പറയുന്ന മസിൽസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടി പ്രത്യേകം യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചിലർ ചൂയിങ്കം ചവയ്ക്കാറുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഫേസ് യോഗ എന്ന് പറഞ്ഞ് പുറമേ ഇട്ട് തിരുമിയത് കൊണ്ട് ആക്ച്വലി അവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല. പകരം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ മസിൽ ആക്ടിവേഷൻ അല്ലെങ്കിൽ മസിലിനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന കാര്യം. ഇതിനകത്ത് നോക്കിയേ, ഇപ്പോൾ ലിപ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പൗട്ടിങ് ആയിട്ടുള്ള ലിപ്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ, അതായത് നമ്മൾ എന്തെങ്കിലും മുഖത്ത് ഷേപ്പിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ലിപ്സിനെ അവിടെ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മാറുന്നുള്ളതിന് യാതൊരു, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറുന്നുള്ളതിന് യാതൊരു തെളിവ്. അങ്ങനെ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് അതങ്ങനെയൊന്നും ആവില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ലിപ് ഫില്ലറോ അങ്ങനെ എന്തെങ്കിലും സാധനം ഇടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നല്ല ഇടിയോ എല്ലാം കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വീർത്ത് വരുന്ന കാണാം, നീര് വെക്കുന്നത് കാണാം. പേപ്പർ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് ചുളിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല അതിനകത്തിട്ട് ഒരുപാട് ഞെക്കി ഞെരടി അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഷേപ്പിലേക്ക് വന്നത് കാണാം.